Knocks it out wide. Lovely bit of skill. Played into the middle. Big header. They've done it! Manchester United are back on level terms. ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്ലെയർ ഓഫ് ദ വീക്കിൽ വന്ന കാർഡാണ്. കഴിഞ്ഞ വീക്കിലാണ് വന്നത്. റിമാൾഡോന്റെ ഒരു കാർഡാണ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് കൊണ്ടുവന്നേക്കണം. ആളുടെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് വളരെ എൻഗേജിങ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു കാർഡാണ്. ആളുടെ ഡിഫൻസീവ് വൈസ് ആയാലും ഒഫൻസീവ് വൈസ് ആയാലും ആളൊരു ബീസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും കളിപ്പിക്കുമ്പോൾ ആളൊന്നും ജസ്റ്റ് ഒന്ന് കയറ്റിയിടാം. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു ഇൻവെർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കും ആള്. നമ്മുടെ ഈ എന്താ പറയുക, ഈ ആർട്ടിയുടെ സിസ്റ്റത്തിലൊക്കെ കളിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. ആൾ ഗോൾ അടിക്കാനാണെങ്കിലും ഈ സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഡിഫൻസീവിലാണെങ്കിലും ഒഫൻസീവിലാണെങ്കിലും ആളുടെ സ്റ്റാറ്റസ് എല്ലാം ഓക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആളുടെ സ്കില്ല് വൈസ് നോക്കിയാലും ആൾക്കെല്ലാ ഒരു ലെഫ്റ്റ് ബാക്കിന് വേണ്ട എല്ലാ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റിയിടാം. ഒരു ലെഫ്റ്റ് മിഡായിട്ട് കുറച്ചൊന്ന് കയറ്റിയിട്ട് ആൾ ഡിഫൻസീവിലും ഒഫൻസീവിലും അടിപൊളിയായിട്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞാൽ ആൾ ഇതുപോലെ എന്തായാലും ഇൻവെർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഫുൾ ടൈം ഇങ്ങനെ കയറൊന്നല്ല, എന്നാലും അത്യാവശ്യം ഘട്ടങ്ങളിൽ പുള്ളി ഗോൾ അടിക്കുന്നുണ്ട്. What a time to take the lead, but now comes the dilemma of whether you want to hold on or go for it again and try and extend your advantage. That's always been the harder option in my experience. Perhaps deserves a little bit of sympathy here because that's a goalkeeper's nightmare. പാസിംഗ് ക്വാളിറ്റി സീനും പറയേണ്ട, ആൾ ചിപ്പ് ചെയ്തിടാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടാലും അടിപൊളിയാണ്. ആളുടെ പാസിങ് ത്രൂ ബോളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഈ ബോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ചിപ്പ് ചെയ്താണ് ആൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്രോസിങ്ങിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പ്ലെയർ ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ആൾ നല്ല രീതിയിൽ തന്നെ ഹെഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ക്രോസ് ഇട്ട് കൊടുക്കും. അത്യാവശ്യം എബിലിറ്റിയുള്ള ആൾക്കാരെ സെൻറ്റർ ഫോർവേഡ് ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് റിമാൾഡോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ക്രോസ് ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. Technical interaction of great football that has gone down a treat. പിന്നെ വൺ ടച്ച് ഒക്കെ ഇട്ട് കളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ ആള് കയറി വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കളിച്ച് വന്ന് പാസ് കൊടുക്കണതാണ് ആള് സ്ട്രൈക്കർക്ക്. അതല്ലാതെ നിങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യാനും പറ്റും. ലെഫ്റ്റ് മിഡായിട്ട് കുറച്ച് കയറ്റിയിട്ട് ഇതുപോലെ കളിച്ച് വന്നിട്ട് ആൾ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരുപാട് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഞാൻ വിചാരിച്ചത് ആളൊരു വീക്ക് ഫുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് ഫുട്ടിന് മാത്രം അടിക്കുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, നമ്മൾ അത്യാവശ്യം കളിച്ചു തന്നെയാണെങ്കിൽ അവിടെ നിന്ന് കർവ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് അതൊക്കെ കർവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ ചില സമയങ്ങളിൽ ആൾ ചെയ്യുന്നുണ്ട്. ആളുടെ സ്ട്രോങ് ഫുട്ട് എന്തായാലും ലെഫ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ഗോളുകളൊക്കെ ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം കേളും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കറക്കിടാനൊക്കെ പറ്റും. As you can see, we've already started here. Nothing wrong with that. And he was thrilled to oblige. A lovely header, but really it was all about the delivery. He did so well there, attacking the ball the way he did. He got a strong forehead behind that one. Done it again. A great delivery and a finish to match. Yeah, he makes those runs with great stealth and a ghost-like arrival to get his head to the ball. And it didn't take him long. Just sitting on the bench and waiting moments ago already. ആളെ ഡിഫൻസീവിലും അടിപൊളി തന്നെയാണ്. വേണ്ട സമയത്ത് അത്യാവശ്യം ടാക്കിളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ലെഫ്റ്റ് മിഡ്ഫീൽഡിലായിട്ട് കയറിപ്പോയാലും ആള് കറക്റ്റായിട്ട് തന്നെ ഓടുന്നുണ്ട്. ബാക്കിലേക്ക് പ്ലെയർ പിടിക്കുന്നുണ്ട്. സോ ഡിഫൻസീവിലും ആളൊരു സൂപ്പർ തന്നെയാണ്. ആളുടെ എല്ലാ രീതിയിലും നോക്കിയാലും ഒരു പെർഫെക്റ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം.